ജാസ്മിൻ വ്ളോഗിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡെയിൻമേ ലൈഫാണ് കേട്ടോ. പണികളൊക്കെ എല്ലാം എടുത്ത് തീർന്ന് അതൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. ഒക്കെ പടം എടുക്കണമെന്നൊന്നും കാട്ടിത്തരാനൊന്നും ഇന്ന് സമയം കിട്ടിയില്ല. നമുക്ക് വേറൊരു സുഖലുണ്ടായിനി. രാവിലെ തന്നെ ചായക്കുടിയും പാത്രം മോറലൊക്കെ കഴിഞ്ഞ് അടുപ്പും വേദനയൊക്കെ തോത്തി തോടിച്ചിട്ടതിന് ശേഷം കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കണത്താൽ തിരക്കാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചോറ്റും പാത്രത്തൊക്കെ ചോറ് അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ചോറും മമ്പയറും ഉപ്പേരും പുട്ട പൊരിച്ചതും ഒക്കെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത്. മുട്ട പിന്നെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തിന്നണ നേരത്തെ ചെറിയ മക്കളല്ലേ, അവർക്ക് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ കഷ്ണം മുറിച്ചിങ്ങനെ തിന്നാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിക്കാറില്ല. അപ്പം നമ്മൾ പാത്രത്തിൽ കണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിന്നണ സമയത്ത് അവർക്ക് അതൊരു സുഖമാവും ചെയ്തോളും. ഇനിയിപ്പോൾ 11 മണിക്കുള്ള സ്നാക്കിനും കൂടി എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കട്ടെ. എന്നും രാവിലേക്കത്തെ ചായൻ്റെ കടിയാണ് കേട്ടോ ഓര് കൊണ്ടുപോകൽ. അതേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. മിഠായി പലഹാരം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നഴ്സറിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മളിന്ന് രാവിലെ ഉണ്ടാക്കിയത് ദോശയും ചട്നിയാണ് കേട്ടോ. അപ്പോൾ ചട്നിയും ദോശയും ഞാൻ ആ പാത്രത്തിലൊക്കെ ഉണ്ടാക്കിക്കാണ്ട് അതൊന്ന് മൂടി വെച്ചാണ്ട് അതും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറ്റടിക്കണം, അകടിച്ചേരി തുടക്കണം, തിരുമ്പണം, ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് പോയി എടുക്കല്ലോ. അങ്ങനെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകുമ്പോഴത്തേനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് ഒരുക്കി കൊടുത്താണ് വേഗം ഞാൻ അകടിച്ച് തരാനാണ് പോയിക്കാൻ കേട്ടോ. ഇനി പോലും എല്ലാതൊന്നും അവിടെയും ഇവിടെയും വലിച്ചിട്ടോണൊന്നും നിൽക്കില്ലല്ലോ. എല്ലാം ഒക്കെ റെഡിയാക്കിയാണ്ട് കോല ഒരുക്കി മാറ്റി ഒരുക്കി നിർത്തിയില്ലല്ലോ. അപ്പം ഇനി പോലെ തുണിയും കുപ്പായൊക്കെ ഇനി വലിച്ചിട്ടതും അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും. കടലാസും ആ പേപ്പറൊക്കെ പിച്ച് ചീന്തിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അടിച്ചേരിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മൾ പെരേക്ക് പെട്ടെന്നൊക്കെ എത്തിനെങ്കിലും കയറി വരികയാണെങ്കിൽ വൃത്തികേടായി കിടക്കില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യം തന്നെ വേഗം അകടിച്ചേരി അങ്ങോട്ട് ഇടലാണ് കേട്ടോ. പിന്നെ തുടക്കലൊക്കെ എന്തെങ്കിലും ആക്കുമ്പോൾ തുടിച്ചാലും പാടില്ല. അകടിച്ചേരി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സൊക്കെ തന്നെ സമാധാനമായിക്കാരല്ലോ കുട്ടികളുള്ള അങ്ങനെ അതൊക്കെ അടിച്ചതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അകത്തും പുറത്തൊക്കെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. തുടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ തുടക്കാൻ അങ്ങോട്ട് നിൽക്കുള്ളൂ. അങ്ങനെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുറ്റത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കാണ് കേട്ടോ. തിരുമ്പാളതൊക്കെ ആയിട്ട് ഇപ്പോൾ തിരുമ്പലും മുറ്റടിച്ചെല്ലാം അങ്ങോട്ട് കഴിച്ചിട്ട് കുളിയും കഴിഞ്ഞാൽ അകത്തൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ലാത്ത സോലൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഉച്ചക്ക് എന്തെങ്കിലും ചോർക്ക് കൂട്ടാണ്ടാക്കണം, അതൊക്കെ ഇനി കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാൽ അകത്തൊക്കെ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്ട് നമ്മളെ തിരുമ്പലും കുളി മുറ്റടിച്ചലും പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ തിരുമ്പിലൊക്കെ പിന്നെ മുറ്റത്തെ അയലുമ്പിൽ അങ്ങോട്ട് തോരിച്ചിട്ടുണ്ട്. അപ്പോൾ മഴയൊന്നും പെജ്ജുന്നില്ല. അപ്പോൾ നല്ല വെയിലൊക്കെ അറച്ചിട്ടുണ്ടായത് മഴ പെജ്ജാണെങ്കിൽ നമുക്ക് അവിടെ എടുത്തും ചെയ്യാം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അകത്തേക്കാട് കയറുകയാണ്. പിന്നെ ഞാൻ വല്ലാതെ പള്ളയെ പയിച്ചിട്ടോ. പിന്നെ ചോർക്ക് ഞാൻ കൂട്ടാനൊന്നും വല്ലാതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി കുട്ടികളെ രാവിലത്തെ മമ്പയർ ഉപ്പേരി ഉണ്ടാക്കിയതും പിന്നെ ഞാനൊരു മുട്ടയും പൊരിച്ചാണ് അങ്ങോട്ട് ചോറ് വെച്ചാന്നൊക്കെ വിചാരിച്ചാണ് മുട്ടക്കണ് പൊരിച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ ചോറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ കുട്ടികളെ ഇപ്പച്ച് കൊണ്ടുവന്നിട്ട് വേണം ഉണ്ടാക്കണമെങ്കിലൊക്കെ. അപ്പം ഇനി നമുക്ക് ആക്കും പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ മുട്ട പൊരിച്ചലും ചോറും മമ്പയറും കൂട്ടി അങ്ങോട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.